ഹലോ ഗൈസ്, അങ്ങനെ രാവിലെ ബസ് സൈഡാക്കി ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. കൊടുകൂറ്റൻ തണുപ്പത്ത് ഞങ്ങളിങ്ങനെ ചായയ്ക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഏതാണ്ട് മണാലിയുടെ അടുത്തായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ദൂരവും കൂടെ ഉള്ളൂ നമ്മുടെ ഹോട്ടലിലേക്ക് എത്താനായിട്ട്. തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ കൊടുകൂറ്റൻ തണുപ്പ്. ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെയാണെങ്കിൽ മണാലി ചെന്നിട്ടുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും എന്നായിരുന്നു എൻ്റെ ചിന്ത. ഇതെല്ലാം ചായ കുടിക്കാൻ നിർത്തിയ സ്ഥലമൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ചായ കുടിയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ്സിൽ കയറി മണാലിക്കുള്ള യാത്ര തുടങ്ങി. ഈ കാണുന്നതാണ് ബിയാസ് നദി, സിന്ധുവിൻ്റെ ഒരു പ്രധാന പോഷക നദിയാണ്. അങ്ങനെ കൊടുകൂറ്റൻ മലകളുടെ സൈഡിൽ കൂടെ ഞങ്ങൾ യാത്ര തുടങ്ങി. ആ താഴ്വര കണ്ടില്ലേ, അതൊരു ജനവാസ മേഖലയാണ്. ഒരുപാട് വീടുകളും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്ങുകളും തടിയും കല്ലും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ വൈവിധ്യമാർന്ന ഉത്തരേന്ത്യൻ കാഴ്ചകളും കണ്ട് ഞങ്ങൾ ഹോട്ടലിലേക്കുള്ള പോക്കിലാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 9 മണി കഴിഞ്ഞായിരുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിലായിട്ട് ആ അത്ഭുതം നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നു. ഇത് അങ്ങ് അകലെ നിങ്ങൾ കാണുന്നില്ലേ, മഞ്ഞുമല. ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു മഞ്ഞുമല കാണുന്നത്. അങ്ങനെ ഇത്രയും നേരത്തെ യാത്രയ്ക്കൊടുവിലായിട്ട് നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് എത്തി. വണ്ടിയിൽ നിന്ന് ലഗേജ് കൊടുത്ത് ഞങ്ങൾ ഹോട്ടലിലേക്ക് ഇറങ്ങി. അവിടെ നിന്ന് കുറച്ച് താഴെയായിട്ടായിരുന്നു ഹോട്ടൽ. ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത് ഒരു ആപ്പിൾ തോട്ടത്തിൻ്റെ നടുവിലാണ് കേട്ടോ. ഈ കാണുന്നത് ആപ്പിൾ മരങ്ങളാണ്. ഇപ്പം മഞ്ഞുകാലം ആയതുകൊണ്ടാണ് ഈ മരങ്ങളെല്ലാം പൊഴിഞ്ഞ് നിൽക്കുന്നത്, ഇലയില്ലാണ്ട് നിൽക്കുന്നത്. അങ്ങനെ ഇലയില്ലായിരുന്നിട്ട് പോലും ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ മന്ദം നടന്ന് ഞങ്ങളിതാ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തി. നല്ല നൈസ് ഹോട്ടലായിരുന്നു. വ്യൂ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത വ്യൂ. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ മുറി. നമുക്ക് 3 പേർക്കും ഈ മുറിയും രാജേഷുംപുരിയും തൊട്ടപ്പുറത്തെ മുറിയുമായിരുന്നു. റൂമെല്ലാം നൈസ് റൂമായിരുന്നു. ഏറ്റവും സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബാൽക്കണി. എൻ്റെ പൊന്നെ, ബാൽക്കണി ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആയിരുന്നു. ഈ ഹോട്ടൽ സെറ്റ് ചെയ്തേക്കുന്നത് തന്നെ എല്ലാം ബാൽക്കണി വ്യൂ ആയിട്ടാണ്. എല്ലാ റൂമിൻ്റെയും ബാൽക്കണി എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കാണാൻ. അങ്ങനെ ബാൽക്കണിയും കണ്ടു നിന്നിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡൊക്കെ നല്ല സൂപ്പർ ഫുഡായിരുന്നു. ഫുഡും കഴിച്ചിട്ട് നേരെ നമ്മൾ പോകുന്നത് ഹഡുബ ടെമ്പിളിലേക്കാണ്. മാൾ റോഡിൻ്റെ അടുത്തായിട്ടാണ് ഈ ഹഡുബ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. നിറയെ പൈമരങ്ങളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലം. അമ്പലത്തിൻ്റെ 2 സൈഡിലുമായിട്ടും അവിടുത്തെ ജനങ്ങൾ വിൽക്കുന്ന ആൻറ്റിക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് അവരുടെ വസ്ത്രമാണ്. അവരുടെ വസ്ത്രമായ പാട്ടു എന്ന് പറഞ്ഞതാണ് അവരുടെ ട്രഡീഷണൽ വസ്ത്രം. അപ്പോൾ ഇത് ധരിച്ച് നമുക്ക് ഫോട്ടോഷൂട്ടിലെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി അവർക്കൊരു ചെറിയ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ആ ഡ്രസ്സ് നമുക്ക് കെട്ടിത്തരും. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അമ്പലത്തിലേക്ക് കയറാനായിട്ട് പോയി ക്യൂ നിന്നു. നല്ല തിരക്കായിരുന്നു. ഈ കാണുന്നത് തടിയും പാറയും വെച്ചാണ് അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ഗുഹാക്ഷേത്രമാണ്. നമ്മൾ നേരെ ചെന്നിട്ട് നമ്മൾ അവിടുന്ന് ഗുഹാക്ഷേത്രത്തിലേക്കാണ് ഇറങ്ങുന്നത്. ഈ അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചപാണ്ഡവരിലെ ഭീമന്റെ പത്നിയായ കിടുംബി ദേവിക്ക് വേണ്ടി നിർമ്മിച്ച അമ്പലമാണ്. രാക്ഷസിയായ കിടുംബി ദേവിയെ ദേവതാ സങ്കല്പത്തിൽ പൂജിച്ചു വരുന്നൊരു ക്ഷേത്രമാണ് ഇത്. അങ്ങനെ ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങി ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. അങ്ങനെ ഇനിയുള്ള മണാലി വിശേഷങ്ങളുമായി നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ശരി, ടാറ്റ, ബൈ ബൈ.